ഹായ് ഓൾ, ഞാനൊരു കേക്ക് പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിച്ചു. വെറുതെ അല്ല, അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. സോ ആദ്യം ഞാൻ കേക്ക് ടിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ മൈദ ബേക്കിംഗ് പൗഡറോടെ മിക്സ് ചെയ്തിട്ട് 3 times ഓർ 2 times വി ക്യാൻ സീവ് ചെയ്തെടുക്കാം. നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം. സീവ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. കേക്കിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും മിക്സിങ്. സോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. സോ മൈദ ബേക്കിംഗ് സോഡ നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നു. ദെൻ എഗ്സ് 3 മുട്ടയാണ് വേണ്ടത്. നമുക്ക് അത് എഗ് വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് അപ്പോൾ കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിൽ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ദെൻ ഷുഗർ ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്യാം. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ഷുഗർ, 1 കപ്പ് ബട്ടർ. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റേഷ്യോ. സോ കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തതിന് ശേഷം എഗ് യെല്ലോ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ് യെല്ലോയും വൈറ്റും ഒരുമിച്ചാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ സീവ് ചെയ്ത് വെച്ച മൈദ ബേക്കിംഗ് പൗഡർ മിക്സ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. അതിനുശേഷം കാരമൽ സിറപ്പ്, കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കാരമലൈസ് ചെയ്ത് വെച്ച സിറപ്പാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കിന് വേണ്ട സ്പൈസസ്, നട്ട്മഗ് പൗഡർ ആൻഡ് കാരമൽ സീഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ട വാനില എസൻസ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസ്, 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് മാത്രമാവും. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം, മിൽക്ക്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം 1/4 കപ്പോ 3/4 കപ്പോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എഗ് വൈറ്റും എഗ് യെല്ലോ ഒരുമിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇപ്പോൾ ഇത് മിക്സായി വരുന്നുണ്ട്. നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മൈദപ്പൊടി എടുത്തൊന്ന് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അഗെയിൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ട്രേയിലോട്ട് ബാറ്റർ മാറ്റാം. ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ബാറ്റർ മാത്രം ഞാനൊരു പാനിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. 2ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാമല്ലോ. പാനിൽ നമുക്ക് കുറച്ച് ബാറ്റർ മാത്രം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. സോ ഒരു റൗണ്ട് ഷേപ്പും ഒരു ഹാർട്ട് ഷേപ്പും കേക്കായിരിക്കും നമുക്ക് വരുന്നത്. സോ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ വ്യൂ. ആറിയതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്.
സോ താങ്ക് യു ഫോർ വാച്ചിങ്.